എന്റെ അമ്മ ഇതിനകത്തുണ്ട്, വിളിക്ക്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ തോമസ് ജോസഫ്. സ്റ്റോറി ഇൻ 24 ഫ്രെയിംസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായി സംസാരിക്കുന്നത് സബ് പ്ലോട്ടുകൾ എന്താണെന്നാണ്. കഥയിൽ അല്ലെങ്കിൽ സിനിമയിൽ സബ് പ്ലോട്ടുകൾ ഉപയോഗിക്കേണ്ട ആവശ്യകത എന്താണ്, അത് എങ്ങനെ നിർമ്മിക്കണം എന്നിവയെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സബ് പ്ലോട്ടുകളെ പറ്റി പറയുമ്പോൾ പ്രധാനമായി ഈ പ്ലോട്ടുകൾ തന്നെ എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. എന്താണ് പ്ലോട്ട്? പ്ലോട്ട് ഈസ് ദ sequence of events in the story in which the main character put into a challenging situation that makes them increasingly difficult choice. എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കഥയിലെ സംഭവങ്ങൾ ക്രമമായിട്ടുള്ള ആ മൂവ്മെൻറ്റ്, ആ പോക്കിനെയാണ് അതാണ് പ്രധാനമായും പ്ലോട്ടിൽ നമ്മൾ ഇതിവൃത്തമായിട്ട് പറയുന്നത്. അതായത് പ്രധാന കഥാപാത്രത്തെ ഒരു വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലേക്ക് ഇടുകയും അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടേറിയ നിറഞ്ഞ ഒരു ചോയ്സ് ഒന്നിനെ തിരഞ്ഞെടുക്കാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതാണ് ശരിക്കും ഉള്ള പ്ലോട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഥയെ മുന്നോട്ട് നയിക്കുകയും അങ്ങനെ അതൊരു ക്ലൈമാക്സിലെത്തിച്ച് പിന്നീട് അതൊരു പ്രമേയമായിട്ട് വരികയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ഈ പ്ലോട്ടുകൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ E.M. ഫോസ്റ്റർ പറയുന്നത് എന്താ പറയുക, പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നറേറ്റീവ് ഓഫ് ഈവൻറ്റ്സ് ദാറ്റ് ഫോൾസ് ഇൻ ടു കാഷ്വാലിറ്റി. അതായത് കാര്യകാരണ ബന്ധങ്ങൾ, കാര്യവും കാരണവും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പോകുന്നതായിരിക്കണം പ്ലോട്ടുകൾ. ഞാൻ കുറച്ചും കൂടെ വ്യക്തമാക്കി നിങ്ങൾക്ക് തരാം. അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ രാജാവ് മരിച്ചു, ദുഃഖഭാരത്താൽ രാജ്ഞി മരിച്ചു. ഇതൊരു കഥയാണ് ശരിക്കും. രാജാവ് മരിച്ചു, ദുഃഖഭാരത്താൽ രാജ്ഞി മരിച്ചു. പക്ഷേ അവിടെ നമുക്കൊരു പ്ലോട്ടുണ്ട്. എങ്ങനെയാണ്? രാജ്ഞി ദുഃഖഭാരത്താലാണോ മരിച്ചത്? അപ്പോൾ അവിടെ ഒരു ദുരൂഹതയും കോൺസ്പിരസിയും ഉണ്ട്. അതായത് മിസ്റ്ററിയും കോൺസ്പിരസിയും എന്ന് പറഞ്ഞാൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ, ഒരു നിഗൂഢതയുണ്ടോ. അപ്പോൾ അത് പിന്നീട് അന്വേഷിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ രാജ്ഞി യഥാർത്ഥത്തിൽ മരിച്ചത് ദുഃഖഭാരതത്തിൽ തന്നെയാണ്. അപ്പോൾ അതാണ് പ്ലോട്ട് എന്ന് പറയുന്നത്. മറ്റത് എന്താണ്? കഥയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കഥയും പ്ലോട്ടും തമ്മിലുള്ള വ്യത്യാസവും കൂടെ ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് രാജാവ് മരിച്ചു, ദുഃഖഭാരത്താൽ രാജ്ഞി മരിച്ചു, അതൊരു കഥയാണ്. പക്ഷേ അവിടെ പ്ലോട്ട് വരുന്നത് എപ്പോഴാണ്? അവിടെ ഒരു മിസ്റ്ററിയോ ഒരു കോൺസ്പിരസിയോ കടന്നു വരുമ്പോഴാണ് അതൊരു പ്ലോട്ടും കൂടെ ആയി മാറുന്നത്. യഥാർത്ഥത്തിൽ പ്ലോട്ടിന് ഒരു ഘടന ഉണ്ടാവണം. അതായത് ഒരു ഫോർമാറ്റിലായിരിക്കണം. അത് വായനക്കാരനെ തൃപ്തിപ്പെടുത്തുന്നതും അവൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതുമായിരിക്കണം. ഈ പ്ലോട്ടിൽ തന്നെ നമുക്ക് അതിൽ പ്രധാനമായും 6 ഘടകങ്ങളാണ് ഉണ്ടാകേണ്ടത്. ഒന്ന് എക്സ്പോസിഷൻ. ആദ്യത്തെ എക്സ്പോസിഷൻ എന്ന് പറയും. എക്സ്പോസിഷൻ ആൻഡ് സെറ്റിങ്സ്. എന്നാൽ കഥാപാത്രത്തെയും സാഹചര്യത്തെയും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. രണ്ടാമത്തതെന്ന് പറയുന്ന ഇതാണ് ഇൻസൈറ്റിംഗ് ഇൻസിഡൻറ്റ്. അതായത് പ്രധാന കഥാപാത്രം അല്ലെങ്കിൽ നായകൻ കഥാപാത്രങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ, അത് ആണ് രണ്ടാമത്തെ ഒരു പ്രധാനമായിട്ടുള്ള എലമെൻറ്റ്. മൂന്നാമത്തേത് പറയുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ റൈസിങ് ആക്ഷൻ ഓർ പ്രോഗ്രസീവ് കോംപ്ലിക്കേഷൻ. അതായത് അവിടെ ആക്ഷൻസാണ് കൂടുതലും കഥയിലെ ഏതാണ്ട് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ സ്റ്റോറിയാണ് ഇവിടെ നടക്കുന്നത്. കാരണം കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുക, സംഘടനകൾ, ഇതെല്ലാം നടക്കുന്ന ഏരിയയാണ് ആ മൂന്നാമത്തെ ഭാഗമെന്ന് എലമെൻ്റ് എന്ന്. മൂന്നാമത്തെ എലമെൻ്റാണ് ഡിലേമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥാപാത്രം ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ക്രൈസിസിലേക്ക് പോകുന്നത്. ഡിലേമ അല്ലെങ്കിൽ ക്രൈസിസ് എന്ന് പറയും. ആ ക്രൈസിസ് തിരഞ്ഞെടുത്ത് ഉണ്ടാകുന്നതാണ്. അഞ്ചാമത്താണ് നമ്മൾ ഈ പറഞ്ഞ ക്ലൈമാക്സിലേക്ക് വരും. ഈ ക്ലൈമാക്സിലേക്ക് എത്തുന്നത് ഡിലേമയിലൂടെയാണ്. കാരണം അവൻ്റെ ചോയ്സ് എന്തായിരുന്നു, അതാണ് ആ കഥയുടെ ക്ലൈമാക്സിലേക്ക് എത്തിക്കുന്നത്. ആ കഥാപാത്രത്തെ കൂടുതൽ സംഘർഷപൂർണ്ണമാരിതമാക്കി, കൂടുതൽ സങ്കീർണമാക്കി കൊണ്ടുവന്ന് വരുന്നതാണ് ക്ലൈമാക്സ്. ആ കഥയുടെ ഏറ്റവും കൂടുതലായ ഭാഗം ആൾക്കാരെ ത്രസിപ്പിച്ചിരുത്തുന്ന ഒരു ഏരിയയാണ്. അവസാനത്തെ 6ാമത്തെ ഭാഗമാണ് നമ്മൾ പറഞ്ഞ റിസൊല്യൂഷൻ. കഥ ഒരു നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്ന. ഇങ്ങനെ 6 എലമെൻറ്റുകൾ കൂടുമ്പോഴാണ് നമ്മളൊരു പ്ലോട്ട് ഉണ്ടാകും. അപ്പോൾ എപ്പോഴും ഒരു പ്ലോട്ട് കാണുമ്പോൾ ഈ 6 എലമെൻറ്റുകൾ അതിലുണ്ടോ എന്ന് നോക്കണം. എങ്കിൽ മാത്രമേ അതൊരു വായനക്കാരന് അല്ലെങ്കിൽ ഒരു ആസ്വാദകർക്ക്, പ്രേക്ഷകർക്ക് ആസ്വാദ്യകരമാകുകയുള്ളൂ. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കൺഫ്യൂഷനാകും, ആ ഒരു ആസ്വാദ്യത നഷ്ടപ്പെട്ടു പോകും. നമ്മൾ ചിലപ്പം വിചാരിക്കും കഥ നല്ല രസമാണ്, പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. ആസ്വാദകൻ്റെ ഉള്ളിൽ അത് കയറണമെങ്കിൽ ഈ എലമെൻറ്റുകളിലൂടെ ഈ പ്ലോട്ടുകൾ കടന്നു പോയാൽ മാത്രമേ അത് സാധിക്കില്ല. ഇനി നമുക്ക് ഈ സബ് പ്ലോട്ട് എന്താണെന്ന് നോക്കാം. കാരണം നിങ്ങൾക്കിപ്പോൾ പ്ലോട്ടും എന്താണെന്നും കഥയും പ്ലോട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും ഒക്കെ ഏകദേശം മനസ്സിലാക്കണമെന്ന് ഞാൻ കരുതുകയാണ്. സാധാരണ ഈ ഒരു നായകനാണെങ്കിൽ അവനൊരു ലക്ഷ്യമുണ്ട്, അത് നേടാനായിട്ട് അവൻ തടസ്സങ്ങളെ മറികടന്ന് അത് നേടുന്നു. ഇതാണ് കഥയുടെ സാരാംശം. എന്നാൽ സബ് പ്ലോട്ടുകൾ എന്ന് പറയുന്നത് വളരെ ലളിതമാണ്.
സബ് പ്ലോട്ടുകൾ സാധാരണ ഉപയോഗിക്കുന്നത് അടിസ്ഥാനപരമായ കഥയുടെ, അതായത് പ്ലോട്ടുകളെ, തീമുകളെ അതിനെ അടിവരയിടുന്നതിനും അതിനെ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് സബ് പ്ലോട്ടുകൾ അല്ലെങ്കിൽ സെക്കൻഡറി സ്റ്റോറി ലൈനുകൾ ഉപയോഗിക്കുന്നത്. അത് ഇങ്ങേറ്റം വളരെ അടിസ്ഥാനപരമായ ബ്ലോക്ക് ബസ്റ്ററുകളിൽ പോലും അവർ ഈ സബ് പ്ലോട്ട്, സെക്കൻഡറി സ്റ്റോറി ലൈനുകൾ ഉപയോഗിച്ച് അത് മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കാറുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ സബ് പ്ലോട്ടുകൾ വളരെ ലളിതമാണെങ്കിൽ പോലും മറ്റേ മെയിൻ തീമിനേക്കാളും ലളിതമാണ്, അല്ലെങ്കിൽ ഇത് അത്ര പ്രാധാന്യമില്ല, അല്ലെങ്കിൽ സ്ക്രീൻ ടൈം കുറവാണ്, കഥയില്ല, അതിൻ്റെ ഇത് ലെങ്ത് കുറവാണ്. എന്നിരുന്നാൽ കൂടിയും അവയ്ക്കൊക്കെയും ഒരു തുടക്കവും മധ്യഭാഗവും ഒടുക്കവും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അത് ആ കഥയോട് ചേർന്ന് അത് ഒടുവിലെത്തുമ്പോൾ ആ കഥയ്ക്ക് ഈണമായി, ഇമ്പമായി, അല്ലെങ്കിൽ അതിന് മേളമായി ആ കഥയോടൊപ്പം ചേർന്ന് പോവുകയുള്ളൂ. ഇപ്പം ഈ സബ് പ്ലോട്ടുകൾ തന്നെ പല വിധത്തിലുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ റൊമാൻറ്റിക് സബ് പ്ലോട്ടുകളുണ്ട്. റൊമാൻറ്റിക് സബ് പ്ലോട്ടുകൾ, അതിൽ നായകന് വേണമെങ്കിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള സബ് പ്ലോട്ടുകൾ വരാം, പക്ഷെ നായകൻ വേണമെന്നില്ല. മറ്റ് സബ് പ്ലോട്ടുകളായിട്ട് ഈ കഥയ്ക്കൊപ്പം പ്രധാന ഇതിവൃത്തത്തിനൊപ്പം നീങ്ങാവുന്നതാണ്. ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ മലയാള സിനിമയിൽ തന്നെ നമുക്ക് പരിശോധിക്കാം. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയിലെ ബോബിയും ബേബി മോളും തമ്മിലുള്ള പ്രണയരംഗം, അതേപോലെ ബോണിയും ജാസ്മിനും മെറ്റിക്കും തമ്മിലുള്ള പ്രണയം, ഇതൊക്കെ ഒരു റൊമാൻറ്റിക് സബ് പ്ലോട്ടിന് നമ്മൾ മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഉദാഹരണമാണ്. തന്റെ കൂട്ടുകാരന് ലൈൻ ഉണ്ടോ? കളിക്കാരും വന്നിട്ടില്ല. രണ്ടാമതായിട്ടുള്ള എന്ന് പറയുന്നത് എക്സ്പോസിറ്ററി സബ് പ്ലോട്ടുകളാണ്. ഇത് നമ്മൾ പ്രാഥമികമായ വിവരണത്തിന്റെ, അതായത് നമ്മുടെ മെയിൻ പ്ലോട്ടിന്റെ, മെയിൻ കഥയുടെ ചില പ്രധാന ഘടകങ്ങളെ കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആർക്കാണിത്. അതായത് പ്രധാന കഥാപാത്രത്തിന്റെ പിന്നാമ്പുറ കഥകളാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്ന ഈ എക്സ്പോസിറ്ററി സബ് പ്ലോട്ടുകൾ എന്നുള്ളത്. ഉദാഹരണമായിട്ട് നമുക്ക് മലയാള സിനിമയിലെ ഏത് സിനിമയെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പൊ ഞാൻ ആരാന്നറിയണം, അത്രയല്ലേ ഉള്ളു. മണിയറ വായില് മുട്ടിയപ്പോഴാണ് ഈ ചോദ്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കണം. ആരാണ് നീ, എന്തിനാണ് നിനക്ക് വേണ്ടതെന്ന്. രാജമാണിക്യം എന്ന മലയാള സിനിമയിലെ രാജമാണിക്യത്തിന്റെ ബാല്യകാല കഥകളാണ് സബ് പ്ലോട്ടുകളായിട്ട്, അവിടെ എക്സ്പോസിറ്ററി സബ് പ്ലോട്ടുകളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. മൂന്നാമതായി ഒരു പാരലൽ സബ് പ്ലോട്ടാണ്. നമ്മൾ പ്രാഥമികമായ ഇതിവൃത്തത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു സ്റ്റോറി ലൈൻ, മറ്റൊരു സ്റ്റോറി ലൈൻ, അതാണ് ശരിക്കും ഈ പാരലൽ സബ് പ്ലോട്ട് എന്ന് പറയുന്നത്. അതായത് ഈ പ്രധാന കഥ, പ്രധാന പ്ലോട്ടിന്റെ വ്യത്യസ്തമായ ദിശയിലൂടെ പോകുന്ന, അല്ലെങ്കിൽ മറ്റൊരു ദിശയിലൂടെ നീങ്ങുന്ന മറ്റൊരു കഥ, ഇതിന് പാരലായിട്ട് സബ് പ്ലോട്ട്, അതാണ് ശരിക്കും പാരലൽ സബ് പ്ലോട്ട്. പക്ഷെ ഇത് രണ്ടും ഒരു സ്ഥലത്ത് സംഗമിക്കും. അങ്ങനെയാണ് ആ കഥയുടെ പര്യവസാനം. ഇപ്പൊ ഈ പാരലായിട്ട് പോകുന്ന നമ്മൾ ഈ പറഞ്ഞ സബ് പ്ലോട്ടിന് ഒരു തുടക്കവും മധ്യഭാഗവും ഒരു ഒടുക്കവും ഉണ്ടാവണം. ആ ഒടുക്കത്തിൽ എത്തുമ്പോഴേക്കും ഈ മെയിൻ തീം കണ്ടന്റുമായിട്ട് അത് യോജിച്ച് മറ്റതിനെ കൂടുതൽ അത് പ്രബലമാക്കി അത് കൂടുതൽ പ്രതിഫലിക്കുന്ന രീതിയിലാക്കിയായിരിക്കണം. മലയാള സിനിമയിൽ അങ്ങനത്തെ ധാരാളം ചിത്രങ്ങളുണ്ട്. നമുക്ക് ഒന്ന് പരിശോധിക്കാം. ആറാം തമ്പുരാൻ എന്ന സിനിമയിലെ ജഗന്നാഥൻ അദ്ദേഹത്തിന്റെ ബിസിനസ് കൂട്ടുകെട്ടുകൾ, ബോംബെ കണക്ഷൻസ്, അതൊരു സബ് പ്ലോട്ടായി പ്രധാന ഇതിവൃത്തമായ കണിമംഗലവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളും കുളപ്പുള്ളിയപ്പനുമായുള്ള ബന്ധം, ഇതെല്ലാം അതിന്റെ പ്രധാന ഇതിവൃത്തത്തിനൊപ്പം ഒരു പാരലൽ സബ് പ്ലോട്ടായിട്ട് ഈ കഥ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം. ഒടുവിൽ അത് തമ്മിൽ സംഗമിക്കുന്നതും അത് വളരെ മനോഹരമായ ഒരു പര്യവസാനത്തിലേക്ക് എത്തുന്നതായി നമുക്ക് കാണാവുന്നതാണ്. പോകാൻ കഴിയില്ല, പാടില്ല ജഗൻ. കണിമംഗലം. അപ്പോൾ നിങ്ങൾക്ക് പ്ലോട്ട്, സബ് പ്ലോട്ട്, കഥ, സ്റ്റോറി ഇതൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുകയാണ്. ഏതായാലും ഇതുവരെയും നിങ്ങൾ സ്റ്റോറി 24 ഫ്രെയിംസിന് നൽകിയ എല്ലാ സപ്പോർട്ടിനും ഞാൻ നന്ദി പറയുന്നു. ഇനിയും കൂടുതൽ വീഡിയോകൾക്കായി കാത്തിരിക്കുക. ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കൂടുതൽ ഈ സിനിമയെ പറ്റിയും കഥ എഴുതുന്നതിനെ പറ്റിയും മറ്റും ആസ്വാദന രീതികളെ പറ്റിയൊക്കെ നമുക്ക് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കും. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. താങ്ക് യു.